നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം, അല്ലെങ്കിൽ അടുത്ത ലൈവിൽ കാണാം. അതുവരെ ബൈ. അപ്പൊ നാളെ എന്നെ വെച്ചിട്ട് വിൽക്കാനുള്ള സംഭവങ്ങൾ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അതിൽ റവന്യൂ ഉണ്ടാക്കി ജീവിക്കുക. ഓക്കെ. എയർപോർട്ടിൽ വല്ലപ്പോഴും ചെന്ന് കാണുക. രേണുസുതിയെ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ രേണുസുതി ദുബായിലും അതൊക്കെ വലിയ കാര്യം തന്നെയാണ്. പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാരുകളിൽ കൂട്ടൊന്ന് കൂട്ടി ഞാൻ പൂമരക്കൊമ്പിൽ പൂമരക്കൊമ്പിൽ. ചെസ് നമ്പർ കളിയാണ് ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത്. ഈ പറയുന്ന രേണു ചേച്ചി പറയുന്ന കാര്യങ്ങൾ കേട്ട് പുളകിതരായിരിക്കുകയാണ് ഓരോ പ്രേക്ഷകരും. കാരണം രേണു ചേച്ചി പറയുകയാണ്, ഈ പറയുന്ന നിങ്ങൾ ആരെങ്കിലും ഫ്ലൈറ്റ് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഈ ആകാശത്തോട്ട് നോക്കി പക്ഷിയാണെന്ന് കരുതി നിങ്ങൾ പ്ലെയിനെ കല്ലെടുത്തെറിയുമല്ലോ. ഞാൻ അതൊന്നുമല്ല. ഞാൻ എപ്പോഴും ഫ്ലൈറ്റ് കണ്ടോണ്ടിരിക്കുന്ന ആളാണ്. എന്റെ താമസം എയർപോർട്ടിലാണ്. ഞാൻ ജനിച്ചു വീണത് ഫ്ലൈറ്റിലാണ്. അങ്ങനെയൊക്കെയാണ് പുള്ളിക്കാരി പറയുന്നത്. ഈ ചേച്ചി കാണാൻ തുടങ്ങിയത് എപ്പോഴാണെന്നുള്ളത് പ്രേക്ഷകർക്കറിയാം. എന്നാലും അഹങ്കാരത്തിനൊരു കുറവുമില്ല. ഈ പുള്ളിക്കാരിയെക്കാട്ടിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ പറയുന്ന എയർപോർട്ടും കണ്ടിട്ടുണ്ട്, ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടുമുണ്ട്. ഞാനൊക്കെ നിരവധി സമയം ഈ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടുള്ള ഒരു ആളാണ്. അത് മാത്രമല്ല, ഈ പറയുന്ന ബഹ്റിൻ, അതോടൊപ്പം തന്നെ കുവൈറ്റ്, അങ്ങനെയുള്ള വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ ഈ പറയുന്ന ചേച്ചിയുടെ ഈ പറച്ചിലിൽ ചില കാര്യങ്ങൾ ഉണ്ട്. അതൊക്കെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. അത് മാത്രമല്ല, ഇന്നലെ ചേച്ചി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ചേച്ചി അവിടെ ഒരു റെസ്റ്റോറന്റ് ഉദ്ഘാടനത്തിനൊക്കെ പോയിരുന്നു. ആ സമയത്ത് ചേച്ചിക്ക് ഒരു ഫോൺ കിട്ടി. ആ ഫോണുമായി ബന്ധപ്പെട്ട് ചേച്ചി ഒരു വീഡിയോയിൽ അങ്ങോട്ട് പറയുന്നുണ്ട്, കസ്റ്റമർ തന്നു എന്നൊക്കെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ചില കമന്റുകൾ വരുന്നുണ്ട്. ആ കമന്റിനൊക്കെ ഒരു ചേച്ചി ഒരു മറുപടി കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല, കിച്ചു വന്ന് ചില കാര്യങ്ങളും പറയുന്നുണ്ട്. ആ നോട്ടീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പിന്നെ കിച്ചു പറയുന്ന ചില കാര്യങ്ങളും ഉണ്ട്. വെല്ലുവിളികളൊക്കെ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ നന്ദി പുരസ്കരമായിട്ട് യൂട്യൂബർമാർക്ക് പുള്ളിക്കാരൻ കണ്ടന്റ് തരുന്നുണ്ട്. ഇനി നിങ്ങളെ കൊണ്ട് ജീവിക്കണം എന്നൊക്കെയാണ് പുള്ളിക്കാരൻ പറയുന്നത്. ഇപ്പോൾ ഈ പറയുന്ന കിച്ചുവിന്റെ വാക്കുകളിൽ ഒരു കനവൊക്കെ കൂടിയിട്ടുണ്ട്. കൊള്ളാം. അമ്മയുടെ കൂടെ തന്നെ ചേർത്ത് കെട്ടാൻ പറ്റുന്ന ഒരു മകനായിട്ട് വന്നിരിക്കുകയാണ്. കൺഗ്രാജുലേഷൻ. സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് രേണു ചേച്ചിയിൽ നിന്ന് തുടങ്ങാം. കസ്റ്റമറോ അവിടെ വായിന്നറിയാതെ വീണത്. എന്റെ പൊന്നു മനുഷ്യരെ, റെസ്റ്റോറന്റിൽ ഫുഡ് കഴിക്കാൻ വരുന്ന കസ്റ്റമർ കൊണ്ട് തന്നാണ്. സൗദിയിൽ നിന്ന് ബഹ്റൈനിൽ വന്ന് അദ്ദേഹം ബാച്ചിലേഴ്സിൽ വന്ന് എന്നെ കണ്ടു, ഫുഡ് കഴിക്കാൻ വന്നു, എനിക്കൊരു ഫോൺ ഗിഫ്റ്റ് ചെയ്തു. അതാണ് കസ്റ്റമർ എന്ന് പറഞ്ഞത്. അല്ല നീയൊക്കെ ഉദ്ദേശിച്ച കസ്റ്റമർ അല്ല, ആദ്യം മനസ്സിലാക്കുക. എന്റെ അടിയിൽ ഒരു കമന്റ് വന്നേക്കുന്നു. അതെ, നീയൊക്കെ മനസ്സിലാക്കുക. അതല്ലാതെ നീയൊക്കെ ഉദ്ദേശിച്ച കസ്റ്റമർ ഒന്നും അല്ല, ഇത് വേറെ കസ്റ്റമറാ. അതായത് അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്ന കസ്റ്റമറാ. സൗദിയിൽ നിന്നൊക്കെ ബഹ്റിനിൽ വന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി. കാരണം സൗദിയിലൊന്നും ഒരു കട പോലും ഇല്ല. എല്ലാവരും വന്ന് ഫുഡ് കഴിക്കുന്നത് ഈ പറയുന്ന ബഹ്റിനിലാണ്. അതുകൊണ്ട് തന്നെ ബഹ്റിനിൽ വന്ന് ഫുഡ് കഴിക്കാൻ വന്ന ഈ കസ്റ്റമർ ഈ ചേച്ചിക്ക് ഒരു ഫോൺ കൊടുത്തു. അതുമായി ബന്ധപ്പെട്ട് ചില കമന്റുകൾ അതിന്റെ തൊട്ട് താഴെ വന്നിരുന്നു. കാരണം ബഹ്റിനിൽ പോകാത്തവരായിട്ടും അവിടെ ജോലി ചെയ്യാത്തവരുമായിട്ടുള്ള ആൾക്കാർ ചുരുക്കമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരാള് ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്. ഒന്നല്ല, കുറെ കമന്റുകളുണ്ട്. അതിൽ ഒരു കമന്റ് മാത്രം ഞാനൊന്ന് വായിക്കാം. ഞാൻ ബഹ്റിനിലാണ് വർക്ക് ചെയ്യുന്നത്. സൗദിയിൽ നിന്ന് വരുന്ന കസ്റ്റമർ ആരാണെന്ന് നീ ഞങ്ങൾക്ക് പറഞ്ഞു തരേണ്ട. കാരണം കേരളത്തിലുള്ളവർക്ക് അറിയത്തില്ല. ഫുഡ് കഴിക്കാൻ വേണ്ടി ആയിരിക്കും സൗദിയിൽ നിന്ന് വന്നത് എന്ന് കരുതിക്കോട്ടെ. നീ കേരളത്തിലുള്ളവരുടെ എടുത്തു പറഞ്ഞു സൗദിയിൽ നിന്നും ബഹ്റിനിലേക്ക് വ്യാഴാഴ്ച രാത്രിയിൽ കടക്കുന്നത് ആരാണെന്നും അവരിവിടെ ഫുഡ് കഴിക്കാനാണോ വരുന്നതെന്നും ബഹ്റിനിലുള്ള എല്ലാവർക്കും അറിയാം. കാരണം സൗദിയിൽ ഫുഡ് കഴിക്കാൻ ഹോട്ടലൊന്നുമില്ലല്ലോ എന്നുള്ള ഒരു ചോദ്യമാണ് അതിൻ്റെ അകത്തുള്ളത്. അതുപോലെ തന്നെ ഒത്തിരി കമന്റുകൾ അതിന്റെ താഴെയായിട്ട് വന്നിട്ടുണ്ട്. എല്ലാ കമന്റുകളിലും ഈ സൗദിയിൽ ഹോട്ടൽ ഇല്ലാത്തത് കൊണ്ടാണ് എല്ലാവരും ബഹ്റിനിൽ വരുന്നത് എന്നുള്ള ഒരു കാര്യം തന്നെയാണ് പറയുന്നത്. സൗദിയിലുള്ള ആൾക്കാർക്കും ബഹ്റിനിലുള്ള ആൾക്കാർക്കും ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാം എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ഈ പറയുന്ന ബാറിന്റെ അല്ലെ റെസ്റ്റോറന്റിന്റെ അംബാസഡർ ആയ സ്ഥിതിക്ക് രേണുസുതിയെ കാണാൻ വേണ്ടി വന്ന ആൾക്കാരായിരിക്കും ഈ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തത്. ഓക്കെ, എന്തായാലും ആയിക്കോട്ടെ, അതവിടെ നിൽക്കട്ടെ. ഇനിയുമാണ് നമുക്ക് അടുത്തൊരു കാര്യം. ബിഷപ്പുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഈ പുള്ളിക്കാരി പറയുന്നത്. അതിലോട്ട് നോക്കാം. ചോദിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് തന്ന ഇഷ്ടദാനമായി കിച്ചുവിനും ഇളയമോനും കൊടുത്ത് അല്ലല്ല കിച്ചുവിനും ഇളയമോനും കൊടുത്ത് അങ്ങനെ തള്ളാതെ എനിക്കാണോ തന്നതെന്ന് പഴയ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. എന്റെ പൊന്നു പ്രേക്ഷകരെ, കണ്ടിട്ടില്ല ഇതൊന്ന് കണ്ടു നോക്ക്. സഹായം തന്നെ വലിയ സഹായമാണ്. ഒരുപാട് നന്ദിയുണ്ട്. ഒത്തിരി എനിക്ക് വാക്കുകളില്ല പറഞ്ഞറിയിക്കാൻ. സുധിച്ചേട്ടൻ്റെ ആത്മാവ് ഒരുപാട് നന്ദി പറയുന്നുണ്ട് അച്ഛൻ്റെ അടുത്ത്. അതെനിക്ക് കേൾക്കാം. എൻ്റെ കുടുംബസ്വത്തിൽ നിന്ന് ഉള്ളതിൽ ഏറ്റവും മനോഹരമായിട്ട്, അതായത് എനിക്ക് വീട് വെക്കാൻ, എൻ്റെ വീട് പണിയുന്നത് ഇതിൻ്റെ മുമ്പിലാണ്. അതിനോട് ചേർന്ന് തന്നെ സുധിക്കും വീട് പണിയുവാനായിട്ട്. അങ്ങനെ എപ്പോഴും ഉറക്കത്തിലും ഊണിലും എല്ലാം ഒരു സ്വപ്നമായിരുന്നു ഏട്ടൻ്റെ. അതിപ്പം മുകളിൽ എന്നെ സൂചിച്ചേട്ടൻ കാണുന്നുണ്ടായിരിക്കും അല്ലേ തിരുമ്പുവിനെ.
ഞാനിവിടെ വന്ന അന്ന് അത്ര നിഷ്കളങ്കതയോട് സംസാരിച്ച ഒരാള് ബിഷപ്പ് എനിക്ക് തന്ന ഈ ഇത് എന്റെ സുധിച്ചേട്ടൻ അത് കണ്ട് സന്തോഷിക്കുന്നുണ്ടാവും, നന്ദി പറയുന്നുണ്ടാവും, ബിഷപ്പിനോട് നന്ദി പറയുന്നുണ്ടാവും എന്നൊക്കെ പറഞ്ഞതാണ്. എനിക്ക് തന്നതെന്നാ പറഞ്ഞത്, അല്ലാതെ എന്റെ പിള്ളേർക്ക് കൊടുത്തു എന്നല്ല എന്ന് പറഞ്ഞത്. അത് മാത്രമല്ല, അന്ന് ഇത് മേടിക്കുന്ന സമയത്ത് കണ്ണീരൊലിച്ചുകൊണ്ടിരുന്ന ആൾ ഇന്ന് മേക്കപ്പ് ഇട്ടുകൊണ്ടിരുന്നിട്ട് തള്ളി വിടുകയാണ്. അതായത് അട്ടയെ പിടിച്ച് മെത്തെ കിടത്തിയാൽ അത് കിടക്കത്തില്ല. കിടക്കുവോ? കിടക്കത്തില്ല. അതിനൊരു ഉദാഹരണമാണ് ഇത്. ഇനി ഇതിൽ സഹായം ചെയ്യുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിഞ്ഞും കണ്ടുമൊക്കെ ചെയ്യാവൂ. പാത്രം എറിഞ്ഞേ വിളമ്പാവൂ, അതിന് ഉദാഹരണമാണ്. കേരളത്തിലുള്ളവർക്കൊക്കെ പഠിക്കാൻ പറ്റിയ ഒരു പാഠകമാണ് ഈ പറയുന്ന രേണു ചേച്ചി. ഓക്കെ, ബാക്കി അല്ലേ ഒരു മിനിറ്റ്. കിച്ചുവിനും ഇളയമോനും കൊടുത്ത ഇഷ്ടദാനം അത് തിരികെ മേടിക്കുമെന്ന് പറഞ്ഞു. അതിന് കാരണം രേണു പുള്ളിയെ കുറിച്ച് ഇങ്ങനെ അനാവശ്യമായുള്ള കാര്യങ്ങൾ പറഞ്ഞതാണെന്നാണ്. ഒരു ഗിഫ്റ്റ് നമ്മൾ കൊടുത്ത ഇഷ്ടദാനം അല്ലെങ്കിൽ എന്തുവാട്ടെ, ഒരു അച്ഛൻ മരിച്ച പിള്ളേർക്ക് ഗിഫ്റ്റ് കൊടുത്തെന്ന് വെച്ചു, ദൈവത്തിന്റെ പ്രതിപുരുഷൻ ഗിഫ്റ്റ് കൊടുത്തെങ്കിൽ അത് തിരിച്ചു മേടിക്കണമെങ്കിൽ അയാളുടെ മാനസികാവസ്ഥ അതായിരിക്കും. ഈ പറയാൻ ഭാഷ പറയത്തോളെ അതിന് നഷ്ടപരിഹാരം ചോദിക്കും. അതെ, അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? അദ്ദേഹം അത്ര മോശപ്പെട്ട ഒരു മനുഷ്യനാണ്. അങ്ങനെ പറഞ്ഞ് നിങ്ങൾ ചിത്രീകരിപ്പിച്ചു വിട്. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഏതോ റെക്കോർഡ്, ബിഷപ്പിന്റെ ചാറ്റ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ അങ്ങോട്ട് പുറത്ത് വിട്ട് കഴിഞ്ഞാൽ അന്ന് തീരും എന്നൊക്കെയല്ലേ പറഞ്ഞേക്കുന്നത്. ബിഷപ്പിന്റെ കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ എല്ലാം നിങ്ങൾ അങ്ങോട്ട് പുറത്തു വിടണം. പിന്നെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഈ കാര്യം, അദ്ദേഹം എന്ത് മാനസികാവസ്ഥയാണ് പുള്ളിക്കുള്ളതെന്നൊക്കെ, നിങ്ങൾ ആ മനുഷ്യനെ പറഞ്ഞ ഓരോ കാര്യങ്ങൾ, ആ മനുഷ്യനെ വിഷപ്പാമ്പെന്ന് പറഞ്ഞ കാര്യങ്ങൾ, ഇതൊന്നും മാനസികാവസ്ഥയിൽ പെടുന്ന കാര്യങ്ങളല്ല അല്ലേ? അപ്പൊ നിങ്ങൾ പറഞ്ഞതൊക്കെ നല്ല നല്ല കാര്യങ്ങളും, ബിഷപ്പ് നിങ്ങൾക്കെതിരെ ഒരക്ഷരം പോലും മിണ്ടാതെ സോഷ്യൽ മീഡിയയിൽ വന്ന് അദ്ദേഹത്തിന് പ്രതികരിക്കാൻ അറിയാൻ കഴിഞ്ഞിട്ടൊന്നുമല്ല. നിങ്ങൾ അദ്ദേഹത്തിന് വായി കോലിട്ട് കുത്തിയപ്പോൾ അദ്ദേഹത്തിന് തിരിച്ച് പറയാൻ അറിയാൻ കഴിഞ്ഞിട്ടൊന്നുമല്ല. നിങ്ങളെക്കാട്ടിലും നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാവുന്ന ആള് തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ട് പറയുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ഒരു സഭയുടെ മേലധ്യക്ഷനായിട്ട് നിൽക്കുന്ന ഒരാളായതുകൊണ്ടും പിന്നെ നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നും കണ്ടതുകൊണ്ടാണ് അദ്ദേഹം ഒരു ലീഗൽ നോട്ടീസ് അങ്ങോട്ട് അയച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾ പറയുകയാണ് ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നു, അച്ഛനില്ലാത്ത കുഞ്ഞുങ്ങളെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മനസ്ഥിതി എന്താണ്, അദ്ദേഹം ഒരു പ്രതിപുരുഷനായിട്ട് നിൽക്കുന്നവർ ഇങ്ങനെ ചെയ്യാമോ എന്നൊക്കെ നിങ്ങൾ ചോദിക്കുന്നത് ഇതുകൊണ്ടാണ്. പക്ഷെ നിങ്ങളുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ളത് നിങ്ങളുടെ മകനായിട്ടുള്ള കിച്ചു സമ്മതിക്കുന്നുണ്ട്. ഓക്കെ, അതിലേക്കൊക്കെ നമുക്ക് വരാം. എന്തായാലും ഈ പറയുന്ന നന്ദിയില്ലാത്തവരോട് വല്ലം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? കാണാത്തത് കണ്ടപ്പോൾ കണ്ടതെല്ലാം ദേവലോകം എന്ന് വിചാരിച്ച് നിൽക്കുന്ന ആൾക്കാരാണ് ഇവര്. അതുകൊണ്ട് തന്നെയാണ് ഈ ഫ്ലൈറ്റിന്റെ കാര്യമൊക്കെ പറയുമ്പോഴും മറ്റുള്ളവരെയൊക്കെ അങ്ങ് ഏതാക്കുന്നത്, അങ്ങ് ഒന്നുമില്ലാത്തവരെ പോലെ ആക്കുന്നത്. കാരണം നിങ്ങളൊന്നും കണ്ടിട്ടില്ല, ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. നിങ്ങൾ പ്ലെയിൻ പോകുമ്പോൾ അത് പക്ഷിയാണെന്ന് കണ്ടുകൊണ്ട് നിങ്ങൾ കല്ലെടുത്തെറിയും എന്നൊക്കെ പറയാനുള്ള കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ടതല്ല ഇവർക്ക് ദേവലോകമായിട്ട് കാണുന്നത് കൊണ്ടാണ് ഇവർക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ്. ഓക്കെ, എന്തുവായാലും ഇനി നമുക്ക് നേരെ കിച്ചുവിലേക്ക് പോകാം. അടുത്തത് ചാൻസ് നമ്പർ 2, മിസ്റ്റർ കിച്ചു. അതായത് സ്വഭാവത്തിലും സംസാരത്തിലും കുറെ കൂടെ വാക്കുകൾക്ക് കട്ടികൂട്ടിക്കൊണ്ട് നട്ടൽ വെച്ചുകൊണ്ട് എല്ലാവരെയും വെല്ലുവിളിച്ചുകൊണ്ട് കിച്ചു ഇതാ എത്തിയിരിക്കുകയാണ്. എന്നാ പിന്നെ കിച്ചുവിലേക്ക് പോകാം. ഒന്നാമത്തെ കാര്യം, ഇതൊരു വക്കീൽ നോട്ടീസാണ്. ഇത് എന്റെ പേരിൽ വന്നേക്കുന്ന കാര്യമല്ല. ഇതിപ്പം എന്തുകൊണ്ടാ സജിതയോ, ഇതൊക്കെ ആരാന്ന് പോലും എനിക്ക് അറിയില്ല. സജിത ഈ അമ്മയുടെ പേരിൽ ആണ് ഈ കേസ് വന്നേക്കുന്നത്. അവരെന്തോ ബിഷപ്പിനെതിരെ എന്തോ പറഞ്ഞു, അങ്ങനെ എന്തോ സംഭവമാണ്. ഫിറോസിക്കാനെ വിളിച്ച് ഞാൻ സംസാരിച്ചായിരുന്നു, ഞങ്ങൾ 2 മിനിറ്റ് ഞങ്ങൾ സംസാരിച്ചായിരുന്നു. അപ്പം ഞാനത് പോയി കൈപ്പറ്റാനോ ഒപ്പിടാനോ കാര്യത്തിനൊന്നും ഞാൻ പോകത്തില്ല. എന്നെ ബാധിക്കുന്ന ഒരു സംഭവമല്ല ഒന്നാമത്തെ കാര്യം. ആ കേസ് അവരുടെ 2 പേരിലുള്ളതാണ്. അപ്പം വീട് എന്റെ പേരിലായിക്കൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം വന്നേക്കുന്നത്. അല്ലാതെ ഇതൊരു കേസോ കാര്യങ്ങളൊന്നും അല്ല. അവരെ പേടിപ്പിക്കാൻ ഇപ്പൊ ബിഷപ്പിനെ ഒന്ന് ഇതാക്കാൻ വേണ്ടി ആ ഒരു സംഭവമാണ്. ആ നോട്ടീസ് പോയി കൈപ്പറ്റാൻ പോകുന്നില്ല എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. ആരെ? ഈ കിച്ചു പറയുന്നത്. മോനെ, നീ പോയി കൈപ്പറ്റിയേ പറ്റത്തുള്ളൂ. ആ ലീഗൽ നോട്ടീസിനെ വരെ നീ വെല്ലുവിളിക്കുകയാണ് ഇപ്പോൾ വന്നിരുന്നിട്ട്. അത് എനിക്കൊന്നും ബാധിക്കത്തില്ല എന്ന രീതിയിലാണ് നീ പറയുന്നത്. പിന്നെ ആദ്യത്തെ ലൈവിൽ വന്ന് നീ സംസാരിച്ച സമയത്ത് നീ ഈ ഒരു ലീഗൽ നോട്ടീസ് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ നീ പേടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരു പേടിയോട് കൂടിയാണ് നീ അതിനെ സമീപിച്ചതും ആ ലൈവിൽ നീ സംസാരിച്ചതും. എന്നാൽ ഇപ്പോൾ വന്ന് നീ ഒരു കുഴപ്പവുമില്ല, അതൊന്നും ഒരു വിഷയമില്ല, അത് വെറും ഒരു ജസ്റ്റ് എ നോട്ടീസ് അല്ലെങ്കിൽ ജസ്റ്റ് എ പേപ്പർ എന്ന് നീ പറയുന്നുണ്ടെങ്കിൽ, നിന്റെ പിന്നിൽ നിന്ന് നിന്നെ ബൂസ്റ്റ് ചെയ്ത് വിട്ട ആ പറയുന്ന ഫിറോസ് എന്ന് പറയുന്ന അവന്റെ കളിയാണിത്. അവൻ പറഞ്ഞു കാണും നിന്നോട്, അതൊന്നും നീ കൂട്ടണ്ട, അതൊക്കെ വെറും ഒരു പേപ്പർ അല്ലെങ്കിൽ അത് വെറും ഒരു നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞ് നിന്നെ മനസ്സിലാക്കി തന്നു കാണും. എന്നാൽ മോനെ, അത് നിസ്സാരമായിട്ടുള്ള ഒരു പേപ്പർ അല്ല. അതിനെ നീ ഗൗരവമായിട്ട് നീ എടുത്തില്ല എങ്കിൽ മോനെ, നിനക്ക് അതിനുള്ള ഒരു ഇത് പണി കിട്ടും. പിന്നെ നീ ഇതിന്റെ അകത്ത് പല കാര്യങ്ങളും പറയുന്നുണ്ട്, അതിനോടൊക്കെ നമുക്ക് വരാം. ഓക്കെ ഓക്കെ, അല്ലാതെ ഇതൊരു കേസോ കാര്യങ്ങളൊന്നും അല്ല. അവരെ പേടിപ്പിക്കാൻ ഇപ്പൊ ബിഷപ്പിനെ ഒന്ന് ഇതാക്കാൻ വേണ്ടി ആ ഒരു സംഭവമാണ് സംഭവം. മനസ്സിലായ? അല്ലാതെ വീട് പോവോ അങ്ങനത്തെ കാര്യമൊന്നുമല്ല. ബിഷപ്പിന് ഇഷ്ടപ്പെടാത്ത രീതിയിൽ നല്ല ഇതല്ല ആ രീതി സംസാരിച്ചപ്പോൾ ബിഷപ്പ് ചെയ്തൊരു സംഭവമാണിത്.
ഓക്കെ, ഇവിടെ ഈ കിച്ചു ഒരു കാര്യം പറയുന്നുണ്ട്. ബിഷപ്പിന് ഇഷ്ടപ്പെടാത്ത രീതിയിലല്ല, നല്ല രീതിയിൽ തന്നെ ബിഷപ്പിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ രേണു എന്നാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബിഷപ്പ് അയച്ചതെന്ന് ഇവിടെ കിച്ചു പറയുന്നുണ്ട്. മകൻ 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 എന്ന് പറഞ്ഞു നടക്കുന്ന മകൻ തന്നെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അവൻ അത് സമ്മതിച്ച് കൊടുക്കുന്നുമുണ്ട്. അവൻ പലപ്പോഴായിട്ട് പറയുന്നുണ്ട് അത് പറഞ്ഞത് ശരിയായില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ ഇവൻ ഈ ഒരു നോട്ടീസ് കിട്ടിയ സമയത്തും അല്ലെങ്കിൽ ഇത്രയൊക്കെ വിഷയം നടക്കുമ്പോഴും ഇവന് ഈ പറയുന്ന ഫിറോസിനെ വിളിച്ച് കാര്യങ്ങൾ തിരക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഫിറോസുമായി സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് ഇവൻ ഒരു കാര്യം ചെയ്യുന്നില്ല. ഇവൻ ആ ബിഷപ്പിനെ വിളിച്ചിട്ട്, ബിഷപ്പെ അവർ പറഞ്ഞതിൽ ഒന്ന് ക്ഷമിക്കണേ, അങ്ങനെ ഒന്ന് വിചാരിക്കല്ലേ, ഞാൻ അവരോട് ഒന്ന് പറഞ്ഞ് സംസാരിക്കാം. ഇവൻ ഇതിനകത്ത് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞാൽ ആ തള്ള കേൾക്കത്തില്ലെന്നൊക്കെ, അല്ലെങ്കിൽ എനിക്ക് പറയേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ ഇവൻ പറയുന്നുണ്ട്. അങ്ങനെയല്ല, ഇവന് ആ കാര്യം ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും അവർക്ക്. അങ്ങനെയൊന്നും പറയല്ലേ, നമുക്കൊരു ആപത്ത് ഘട്ടത്തിൽ നമ്മളെ സഹായിച്ചവരാണ് എന്നൊക്കെ ഇവന് പറയരുതോ? ഇവൻ അത് പറയുന്നില്ല. പോട്ട് ബിഷപ്പിനെ വിളിച്ചിട്ടായെങ്കിലും ഇവനൊന്ന് പറയാമല്ലോ, അതും ഇവൻ ചെയ്തിട്ടില്ല. അപ്പൊ ഇവനും ഇച്ചിരി സോക്കേടുണ്ട്, ഇച്ചിരി സോക്കേടുള്ളവനാ. ഇപ്പൊ ഈ ലൈവിൽ വന്നിട്ട് എനിക്ക് നട്ടലുണ്ടോ എന്ന് നട്ടൽ പരിശോധിക്കാൻ വേണ്ടി ഇറങ്ങിയതാ ഇവൻ. ഇവന്റെ നട്ടലിനെ കുറിച്ചൊക്കെ പൊങ്ങന്താനത്ത്, ഞാലിയാൻകുഴി പൊങ്ങന്താനത്തുള്ള ആ കോളനി നിവാസികളൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നിന്റെ നട്ടലിനെ കുറിച്ച്. അപ്പൊ നീ കൂടുതൽ നട്ടലുകൊണ്ട് വരരുത്. നീ നട്ടലുകൊണ്ട് വന്നിട്ട് ഞങ്ങളെയാണ് വെല്ലുവിളിക്കുന്നത്. ആരെ? ഞങ്ങൾ കണ്ടന്റിന് വേണ്ടി നിന്റെ വീഡിയോ എടുത്ത് ചെയ്യുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു എന്നൊക്കെ. എടാ, നീ എന്നാണ് നീ വീഡിയോ ഇടാൻ തുടങ്ങിയത്? നീ വീഡിയോ ഇടാൻ വേണ്ടി നീ ഈ സാധനത്തിലോട്ട് ഇറങ്ങിത്തിരിക്കാനുള്ള കാരണം എന്തായിരുന്നു? അത് ഞങ്ങളെ പോലെയുള്ള റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ തന്നെയാണ്. നീ ഒന്ന് രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങളുടെയൊക്കെ വീഡിയോയിലെല്ലാം ഞങ്ങൾ പറഞ്ഞു അവന്റെ വീഡിയോയിൽ പോയി ഒന്ന് സബ് ചെയ്യണേ, അവനെ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ, അവനെ സപ്പോർട്ട് ചെയ്യണേ എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞിരുന്നു. ഇന്ന് നീ ഞങ്ങളോട് പറയുകയാണ് അവന്റെ സാധനം എടുത്തിട്ട് ഞങ്ങൾ അരി മേടിച്ചോട്ടെന്ന്. എങ്ങനെ ഇരിക്കുന്നു? ഇവന്റെ അഹങ്കാരം നല്ലതല്ലേ? അതായത് ഈ പറയുന്ന രേണുവിന് ഒരേ അഹങ്കാരം, ഇവനും ഒരേ അഹങ്കാരത്തിലൂടെയാണ് കാര്യം പോകുന്നത്. എന്തായാലും രണ്ടുപേരെയും ഒരേ കയറിൽ ഒരേ അറ്റത്ത് കെട്ടിവെക്കാം. ഓക്കെ, ബാക്കി ഇഷ്ടപ്പെടാത്ത രീതിയിൽ നല്ല രീതി സംസാരിച്ചപ്പോൾ ബിഷപ്പ് ചെയ്തൊരു സംഭവമാണിത്. അല്ലാതെ വലിയ സംഭവമൊന്നും അല്ലേ ഒന്നാമത്തെ കാര്യം. നിങ്ങൾ ഈ പ്രശ്നം തീരുന്നില്ല, ഇത്തിരിയുള്ള സീൻ അതൊക്കെ അങ്ങനെ വിശപ്പാകുമ്പോൾ വിളിച്ചു. അത് ഞാൻ കേട്ടോ. അതിപ്പം ഞാനിപ്പോൾ എൻ്റെ കാര്യം മാത്രം ഞാൻ ക്ലിയർ ആക്കിയാൽ മതി. എനിക്കിപ്പോൾ അതിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഞാൻ എങ്ങനെ പോകുന്നു എനിക്കത് മാത്രം നോക്കിയാൽ ഞാൻ, അല്ലാതെ ഇനി മറ്റുള്ളവരെ ഇനി തിരുത്താൻ, നിങ്ങൾ പറയുന്ന പോലെ അമ്മേനെ തിരുത്താനോ അങ്ങനെ അതിൻ്റെ ആവശ്യം എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഓരോരുത്തരോട് അവരോട് ഇഷ്ടമുണ്ട്. ഞാൻ ആ രീതിയിൽ നിൽക്കുന്ന ഒരാളാണ്. ഇപ്പം എൻ്റെ കാര്യം മാത്രം ഞാൻ ക്ലിയർ ആക്കി പോയാൽ മതി എന്നുള്ള രീതിയാണ് എനിക്കല്ലാതെ ആ ഒരു ബെൽറ്റിലോട്ട് കയറാൻ താല്പര്യമില്ല. ഞാൻ ആ വീട് ഞാൻ അവിടെ അല്ല നിൽക്കുന്നത്, ഞാൻ കൊല്ലത്താണ് നിൽക്കുന്നത്. പണ്ടോട്ട് ഞാൻ കൊല്ലത്താണ് നിൽക്കുന്നത്. ഇടയ്ക്ക് കുറച്ച് ആളത്തേക്ക് അങ്ങോട്ട് പോയി. ഈ വീടിൻ്റെ പേരിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിലും 15 വർഷം കഴിയണം. അല്ലാതെ ഇപ്പം ഞങ്ങൾ വീഡിയോ കൊടുക്കാൻ അങ്ങനെ എനിക്ക് എന്തായാലും സമയമുണ്ട്. എനിക്കൊരു വീടൊക്കെ സമയമൊക്കെ ഉണ്ട്. എനിക്കതൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. ഇവന് ഇതിനകത്ത് പറയുന്നുണ്ട് 15 വർഷം കഴിഞ്ഞിട്ട് ബിഷപ്പിന് ആ വീട്ടിൽ വല്ലതും ചെയ്യാൻ പറ്റത്തുള്ളൂ. എടാ കുഞ്ഞെ, നിനക്കൊന്നും അറിയത്തില്ല, നിന്നെ ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാ. 15 വർഷം കഴിഞ്ഞിട്ടല്ല, 15 വർഷത്തിനുള്ളിൽ ബിഷപ്പിന് അതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ നീ 15 വർഷം കഴിഞ്ഞിട്ട് വേറെ വീട് വെക്കുവോ എന്നൊക്കെ നീ പറയുന്നുണ്ടല്ലോ. നീ എന്തേലും ചെയ്യും, നീ വേറെ വീട് വെക്കുവോ, എങ്ങനെയായാലും പോവോ, എന്തെങ്കിലും ചെയ്തോ. വേണമെങ്കിൽ നീ ആ വീട് എടുക്കുക, ഇല്ല എങ്കിൽ നീ വേറെ വീട് വെക്കുക. നിന്റെ അമ്മയും ചേർന്ന് നീ വേറെ വീടൊക്കെ വെച്ച് പൊക്കോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിന്റെ അമ്മയെക്കാട്ടിലും നന്ദിയില്ലാത്ത ഒരാളായി മാറിപ്പോകരുത് നീ, കേട്ടോ കിച്ചു. പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. ഇതിന്റെ അകത്ത് നീ പലപ്പോഴായിട്ട് നീ പറഞ്ഞു വെക്കുന്നുണ്ട് ഇത് ബിഷപ്പിനെ വിളിച്ചത് തെറ്റായി പോയി എന്നൊക്കെ. അത് നിനക്ക് അറിയാം. എന്നിട്ടും നീ ആ ബിഷപ്പിനെ വിളിച്ചിട്ട് ഒരു വട്ടം പോലും നീ ഒന്ന് സംസാരിക്കുകയൊന്നും ചെയ്തില്ല. പിന്നെ നീ പറയുന്നുണ്ടല്ലോ 15 വർഷം എന്റെ കാലിനും ഒക്കെ ഒരു അസുഖം വന്നില്ലെങ്കിൽ ഞാൻ വേറെ വീട് വെക്കും പോകുന്നൊക്കെ. എടാ, നിനക്കൊക്കെ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിനക്കൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കുന്നതിന്റെ മുമ്പ് തന്നെ നിനക്ക് സഹായം ചെയ്ത് നീയൊക്കെ അതിനകത്ത് കയറി കിടക്കാനും നിനക്ക് സ്വന്തമായിട്ട് ഒരു വീടുണ്ട് എന്ന് പറയുന്ന രീതിയിലേക്കും കാര്യങ്ങൾ കിട്ടിയിട്ടില്ലായിരുന്നോ? എന്നിട്ട് പോലും നീ നന്ദിയില്ലാത്തവനെ പോലെ, നീ എന്തിനാടാ നിന്റെ തള്ളെ പോലെ അല്ലെങ്കിൽ ആ രേണുവിനെ പോലെ പ്രവർത്തിക്കുന്നത്? നിന്റെ തള്ളയല്ല, ഈ രേണുവിനെ പോലെ പ്രവർത്തിക്കുന്നത്. എടാ, നന്ദി എന്ന് പറയുന്നത് കുറച്ചൊക്കെ വേണം കേട്ടോ. അതില്ല എങ്കിൽ ജീവിതത്തിൽ വലിയ വണ്ണം അടി കിട്ടും മോനെ. ഇപ്പൊ നിന്റെ ഈ പോക്ക് നല്ല അടി കിട്ടാനാണ്. അത് നീ വാങ്ങിക്കൂട്ടരുത് കേട്ടോ. നീ എങ്ങനെയാണോ പോകുന്നത് അതുപോലെ നീ സൗമ്യമായിട്ട് പോകും. ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ ആ തള്ളെ പറഞ്ഞ് മനസ്സിലാക്ക്. അവരെ എന്തിനു മനസ്സിലാക്കണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നീ മനസ്സിലാക്കിയേ പറ്റൂ. കാരണം നിന്നെ കൂടെ ബാധിക്കുന്നതാണ്. ആ തള്ളയ്ക്ക് അവർക്കൊന്നും ബാധിക്കാനില്ല. അവർ പറയുന്നത് നിനക്ക് തന്നു, അല്ലെ പിന്നെ ഋതപ്പന് തന്നു എന്നാ പറയുന്നേ. ഇത് ബാധിക്കുന്നത് നിന്നെയാണെന്ന് നീ പറഞ്ഞു മനസ്സിലാക്കണം. അതാ നീ ചെയ്യേണ്ടത്. ഇപ്പൊ നീ പഠിക്കുന്നു, നിന്നെ പഠിപ്പിക്കുന്നു 24കാര്. നാളെ അവരെ ഇവര് തെറി വിളിച്ചാൽ നീ എന്ത് ചെയ്യൂടാ? പിന്നെ ഋതപ്പന്, ഇനി അടുത്ത ഋതപ്പനെ എയർപോർട്ട് മറ്റേ പിന്നെ വിമാനം പറപ്പിക്കുന്നത് പഠിപ്പിക്കണമെന്നൊക്കെ പറയുന്നു. അതും ഇവര് പഠിപ്പിക്കണമെന്ന് പറയുന്നു. അവരെ ഇവര് തെറി വിളിച്ചാൽ എന്താണ് നീ പറയുക? അപ്പൊ ഇവരെ പറഞ്ഞു നിർത്തേണ്ട പോലെ നീ നിർത്തണം. അതാണ് ചെയ്യേണ്ടത്. അപ്പൊ നീ ഇവരെ പറഞ്ഞു വിലക്കാൻ പറ്റാത്ത രീതിയിൽ എന്തോ ഉണ്ടെന്നല്ലേ എന്റെ അർത്ഥം, അല്ലേ? അപ്പൊ നീ കൂടുതൽ വാചടിക്കേണ്ട. നിന്റെ കൂട്ടുകാരൊക്കെ ചേർന്നിരുന്നുകൊണ്ട് വലിയ രീതിയിൽ തന്നെ സംസാരിക്കുന്നുണ്ട്. അതുലിനെയൊക്കെ നല്ല രീതിയിൽ മാന്തുന്നുണ്ട്. അതുലിനെയൊക്കെ പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് നീ പറഞ്ഞേക്കുന്നത്. പിന്നെ നിന്റെ കണ്ടന്റ് കൊണ്ട് മാത്രമല്ല ഇവിടെ ആരും അരി മേടിക്കുന്നത് കേട്ടോ.
നീയൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന പോക്കൃത്തരങ്ങൾ ചൂണ്ടിക്കാണിക്കും ഞങ്ങൾ. അതുപോലെ ഞങ്ങൾക്ക് കിട്ടുന്ന റവന്യൂ ഉണ്ടെങ്കിൽ അത് കിട്ടും. പിന്നെ നീ വന്ന് ഇന്ന് ഈ വാചം അടിക്കുന്നത് നിനക്ക് നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം നീ ഈ ഒരു ലെവലിൽ എത്താൻ കാരണം ഞങ്ങൾ തന്നെയാണ്. ഞങ്ങൾ പറഞ്ഞിരുന്നു ഞങ്ങളുടെ വീഡിയോയിലൂടെ അവന്റെ ചാനൽ ഇതാണ്, ലിങ്ക് വരെ ഇട്ട് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു കയറി സബ് ചെയ്യണേ, അവനെ സപ്പോർട്ട് ചെയ്യണേ, അവനൊരു വരുമാന മാർഗം ആകുമെന്നൊക്കെ ഞങ്ങൾ പറഞ്ഞിരുന്നു. ഈ കുറ്റപ്പെടുത്തിയ അതിന് പോലും പറഞ്ഞിരുന്നു. ഇനിയിപ്പോ വന്നിരുന്നിട്ട് കണ്ടന്റ് തൊലിക്കുന്ന കാര്യത്തെ കുറിച്ച് പറഞ്ഞില്ലേ? ഇവരെല്ലാം നിനക്ക് വേണ്ടി സഹായം ചെയ്തിട്ടുള്ളവരായിരുന്നു കേട്ടോ. അപ്പൊ നിന്റെ ഈ പറയുന്ന തള്ളയെ പോലെ നീയും നന്ദിയില്ലാത്തവനായി മാറരുത് കിച്ചു. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നീ കൂടുതൽ ഇങ്ങോട്ട് നീ വിളവിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ മോനെ നിന്റെ ചരിത്ര സഹിതം എല്ലാം വെളി വരും. അതുകൊണ്ട് തന്നെ നീ അടങ്ങി ഒതുങ്ങി ഇരുന്നു, അതാണ് നിനക്ക് നല്ലത്. പിന്നെ നീ കൂടുതൽ ഈ പറയുന്ന കൂട്ടുകാരെ കണ്ടോണ്ട് നീ ഇളകരുത്. നമുക്ക് എല്ലാവർക്കും കൂട്ടുകാരുണ്ട്. നല്ല കൂട്ടുകാർ എപ്പോഴും ജീവിതത്തിൽ നല്ലതാണ്. പക്ഷെങ്കിൽ നീ ഒന്ന് ചിന്തിച്ചോണം, നിന്നെ കുഴി കൊണ്ട് ചാടിക്കുന്ന കൂട്ടുകാരുടെ കൂടെ കൂടിയ മോനെ നീ നശിച്ചു പോകുക തന്നെ ചെയ്യും. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. നമ്മളൊരു ടാങ്കിന്റെ അകത്ത് കുറച്ച് സാധനം വെള്ളമായിക്കോട്ടെ നിറച്ചിട്ട് ടാപ്പ് തുറന്നു കഴിഞ്ഞാൽ അതിൽ കൂടെ വെള്ളം വരത്തുള്ളൂ. അതിന്റെ അകത്ത് വേറെ എന്തെങ്കിലും ഒഴിച്ചാൽ അത് വരും. അന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നിന്റെയൊക്കെ അവസ്ഥ. നിന്റെയൊക്കെ എന്താണോ ഉള്ളത് അതേ നിങ്ങളെ പുറത്തേക്ക് വിടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. നിങ്ങളെ സഹായിക്കാൻ ഇറങ്ങി തിരിച്ച ഈ ബിഷപ്പിനും ഫിറോസിനും അതോടൊപ്പം തന്നെ താജിനും അവരെയൊക്കെ പറഞ്ഞാൽ മതി സത്യത്തിൽ. പിന്നെ കുറെ നല്ലവരായിട്ടുള്ള ആൾക്കാർ, പിന്നെ ഞങ്ങളെ പോലുള്ള യൂട്യൂബേഴ്സ്, ഞങ്ങളെയൊക്കെ പറഞ്ഞാൽ മതി. അത്രേ ഉള്ളൂ. ഓക്കെ, നീ ബാക്കിയോട് പറ. ഞാൻ അങ്ങോട്ട് മൈൻഡ് ചെയ്യുന്നില്ല, എതിർട്ട് മൈൻഡ് അല്ലാതെ എനിക്ക് നട്ടലിന് കുറവുള്ളതൊന്നുമില്ല, മനസ്സിലായോ? എനിക്ക് ആ ഒരു ബാച്ചിലോട്ട് കയറാൻ താല്പര്യമില്ല. എനിക്ക് അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ താല്പര്യമില്ല. ഞാൻ എന്റെ ഭാഗം മാത്രം ക്ലിയർ ആക്കി പോയാൽ മതി. നട്ടലിന് കുറവുണ്ടോന്ന് വേണമെങ്കിൽ ഒന്ന് നോക്കിക്കോ. എന്തിനും കുറവുണ്ടെങ്കിൽ കുഞ്ഞിൽ എനിക്ക് ഉണ്ടായിരുന്നത് എന്റെ അച്ഛനാണ്, പിന്നെ കൊല്ലത്തെ വീട്ടുകാരാണ് ഞാൻ നോക്കിക്കൊണ്ടുവന്നത്. പിന്നെ ഇപ്പൊ എനിക്ക് ഞാനിവിടെ ആരും തള്ളി പറയുകയല്ല. എനിക്ക് വീട് തന്നവരാണ് ഈ സ്ഥാനം തന്നെ ഞാൻ ഒരിക്കലും തള്ളി പറഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പൊ ഇന്നൊരു ഈ സംഭവം നടന്നപ്പോഴാണ് ഞാൻ ആദ്യം വിളിച്ചേക്കുന്നത് ഫിറോസിക്കാനെ. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി. എനിക്ക് ഇങ്ങനെയൊക്കെ ഇതൊക്കെ ഉണ്ട്, അതൊന്നും എനിക്ക് കാണിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്, അത് ഞാൻ പുറത്തോട്ട് കാണിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് എല്ലാവരും ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവർക്കറിയാലേ. ഇവരെന്തായാലും വെല്ലുവിളിയൊക്കെ നടത്തുന്നുണ്ട്. മോനെ, ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും. ചാണകത്തെ ചവിട്ടുകയോ ചാണകം എടുത്ത് ദേഹത്ത് തേക്കുകയോ ചെയ്താൽ മോനെ അത് തന്നെ നാറത്തുള്ളൂ. അതുകൊണ്ട് തന്നെ എന്റെ പൊന്നു കുഞ്ഞിനോട് പറയുകയാണ്, നീ ചെറിയ ഇറക്കനാണ്. നിന്നെക്കുറിച്ച് പല കാര്യങ്ങളും പലരും പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും ആരും പുറത്തു വിട്ടിട്ടില്ല. കാരണം നിന്റെ ഒരു ഭാവി വിചാരിച്ചിട്ട് അത് നീ നശിപ്പിക്കരുത്. നിന്റെ നിൽക്കുന്നവന്മാരുടെ കൂടെ ചേർന്നുകൊണ്ട് ഈ പറയുന്ന യൂട്യൂബർമാരെ ഒന്നും വെല്ലുവിളിക്കരുത്. അവരിറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ മോനെ നിന്റെ ഇത് നഷ്ടപ്പെട്ടു പോകും. നിന്റെ തള്ളയ്ക്ക് ഈ പറയുന്ന രേണുസുതിക്ക് ഇല്ലാണ്ട് പോയതും അത് തന്നെയാണ്. വിവേകം എന്ന് പറയുന്നതില്ല. എന്ത് സംസാരിക്കണം, എങ്ങനെ നിൽക്കണമെന്ന് അവർക്ക് അറിയത്തില്ല. അവര് മുമ്പിൽ വരുന്ന മീഡിയക്കാരോട് വായി തോന്നുന്നതെല്ലാം വെച്ചങ്ങോട്ട് കാച്ചും. ഇപ്പോഴും അവര് പറഞ്ഞു വെച്ചത് നീ കേട്ടോ. അവർ പറയുകയാണ് ബിഷപ്പ് കൊടുത്തിട്ട് അത് തിരിച്ചു മേടിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഇതത്ര ഉണ്ടെന്ന്. എന്നാൽ ഞാൻ അദ്ദേഹത്തെ പറഞ്ഞതിന്റെ ഇതാണ്, അതെന്റെ തെറ്റാണ്. ഞാൻ അത് അദ്ദേഹത്തോട് സംസാരിച്ച് അത് ക്ലിയർ ചെയ്തോളാം എന്നല്ല ഇവള് പറയുന്നത്. ഇവള് പിന്നെയും പറയുകയാണ് ആ ബിഷപ്പിന്റെ കയ്യിലാണ് തെറ്റ്. പിന്നെ ഇവള് പറഞ്ഞു വെക്കുന്നു, പലയിടത്തും പോകുമ്പോ പറയുന്നു എന്റെ അടുത്ത് ചാറ്റുണ്ട്, എന്റെ അടുത്ത് എന്തോ അദ്ദേഹത്തിന്റെ പിന്നെ കോളുണ്ട്, ഇതൊക്കെ ഞാൻ അങ്ങോട്ട് പൊട്ടിക്കുമെന്ന്. നീ പൊട്ടിക്കടി, നിനക്ക് ധൈര്യം ഉണ്ട്, നീ അങ്ങോട്ട് പൊട്ടിക്ക്. അങ്ങനെ നീ പൊട്ടിച്ചിട്ട് അദ്ദേഹത്തിന്റെ കല്യാണം മുടക്കും, അതങ്ങോട്ട് മുടങ്ങട്ടെ. ഞങ്ങൾക്കും അതൊന്നും എടുത്ത് റിയാക്ട് ചെയ്യണമല്ലോ. അതുകൊണ്ട് നീ അങ്ങോട്ട് പൊട്ടിക്കുക അങ്ങോട്ട്. ബിഷപ്പ് പറഞ്ഞ പോലെ തേഞ്ഞൊട്ടി അങ്ങനെ പോകുന്നു പറയുന്ന പോലെ തന്നെ നീ ഇനി തേഞ്ഞൊട്ടാൻ കിടക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നീ അതങ്ങോട്ട് പുറത്തു വിടുക. അതാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. എന്തായാലും എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. അതങ്ങോട്ട് അതിര് കടക്കുമ്പോൾ അത് വലിയ വിഷയമായി മാറും കേട്ടോ. ഇപ്പൊ നീയും പറയുന്നുണ്ട് ലീഗൽ നോട്ടീസ് ഞാൻ ഒപ്പിട്ട് വാങ്ങത്തില്ലെന്ന്. ഒപ്പിട്ട് വാങ്ങിയില്ലെങ്കിൽ അത് അടുത്ത ഒരു കേസ് ബലപ്പെടുന്ന രീതിയിലേക്ക് പോകും. അത്രേ ഉള്ളൂ. അത് നിങ്ങൾക്ക് തന്നെയാണ് ദോഷം ചെയ്യുന്നത്. പിന്നെ 5000 രൂപയ്ക്ക് വാടകയ്ക്ക് പോകാനുള്ള വീട് നോക്കിക്കോ, അത്രേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഞാൻ എന്തിനാ അത് കൈപ്പറ്റുന്നത് എന്നുള്ള ഒരു ചോദ്യത്തിന് കഴിഞ്ഞ വീഡിയോ ഞാൻ മറുപടിയും തന്നിട്ടുണ്ട്. നിങ്ങൾ ആ കൊച്ചിന്റെ കസ്റ്റോഡിയൻ ആയതുകൊണ്ട്, ആ കൊച്ചി ഇറക്കന്റെ കസ്റ്റോഡിയൻ അല്ലെങ്കിൽ അവരുടെ അമ്മ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് അയച്ചു തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഉത്തരവാദിത്വം ആ വീട്ടിൽ കയറി കിടക്കുന്നില്ലേ, വീട്ടിൽ കയറി കാര്യങ്ങൾ സാധിക്കുന്നില്ലേ, അച്ഛനുണ്ടല്ലോ അമ്മയുണ്ടല്ലോ എല്ലാവരും ആ വീട്ടിലല്ലയോ കിടക്കുന്നേ, ഈ പറയുന്ന ബിഷപ്പിന്റെ പറമ്പിലല്ലയോ കിടക്കുന്നേ. എന്നിട്ട് പിന്നെയും വന്നിട്ട് മീഡിയയുടെ മുമ്പിൽ ഇങ്ങനത്തെ ഒരുമാതിരി വർത്തമാനം പറയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ നിർത്തുന്നു. പ്രേക്ഷകരെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നൊന്നും മസ്റ്റായി കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരിക്കും എല്ലാവർക്കും